അവരെന്നെ നീ വീട്ടിൽ ചെന്നിരിക്കുക, ഞങ്ങൾ വന്നേക്കാം. അവന്മാർ ചന്തയെ കാണും. എലിയാ സാഹിബിന്റെ ചന്ത വെച്ചോണ്ടിരിക്കരുത്. ഞാനും വരുന്നു. തങ്ങളെ വയ്ക്കോ. ചിലപ്പാ നീ കടന്നു നോക്കിക്കോ. എന്താണ് എന്താണ് മനുഷ്യൻ ഞാൻ പറയുന്നത് ആറ്റിനക്കരയുള്ള ആരെങ്കിലും തൊട്ട് അവന്റെ കഴുത്തെറിഞ്ഞു വേണം. ഒറ്റക്കാരാ പട്ടികളെ, അവനോടൊപ്പം ചാവാൻ ഞങ്ങൾ 5 പേരുണ്ട്. പട്ടി നിന്റെ അപ്പന്റെ കരുപ്പട്ടി കച്ചവടം. നമ്മളെ ആരെയും അയാളുടെ ആൾക്കാർ തൊടൂല. പിന്നെ ചേരൊക്കെ അടിച്ചതോ? അത് നമ്മളെ പേടിപ്പെടുത്താൻ. ഇന്ന് പാലയൻ വീട്ടിൽ വന്ന് എല്ലാ വിവരങ്ങളും പറഞ്ഞു. പാലയം പിന്നെ സായിപ്പിന് വേണ്ടിയല്ലേ പറയൂ? നാക്കടക്കട, നീ വിവരമില്ലാതെ സംസാരിക്കരുത്. കാര്യം എന്താണെന്ന് അറിയാമോ? മുത്തൻ മദാമയുടെ തുണി അഴിക്കാൻ നോക്കി. സായിപ്പിന് ദേഷ്യം വരാതിരിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്, മുത്തിനോട് നേരിട്ട് ചോദിക്കാമെന്ന്. നമുക്ക് ചോദിക്കാം. ഇന്ന് രാത്രി 2 തീരുമാനിക്കണം. സായിപ്പിന് പണമുള്ള കാര്യം മറക്കരുത്. ഒരു നളിനാക്ഷ ചെറ്റപ്പ് ചത്താൽ 100 പേരെ സായിപ്പ് ഇറക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സായിപ്പിനോട് കളിക്കുന്നത് തീക്കളിയാണ്. എന്നിട്ട് ഇന്നത്തെ അടിയിൽ ആരാ തോറ്റോടിയത്? നളിനാക്ഷ ഓടിയെടുത്ത് പുല്ല് ഉളക്കില്ല. ഇന്ന് ജയിച്ചത് ശരി, നാളെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ചന്തക്ക് അയക്കാമോ? എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാനൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ. ഉയരിനെ പെട്ടി നമുക്ക് ഒളിച്ചടക്കാനൊക്കില്ല. ഇവിടെ സമാധാനം വേണം. നിങ്ങൾക്കറിഞ്ഞൂടെ, ഒരു ദിവസം കരിപ്പറ്റി വിറ്റില്ലെങ്കിൽ പകുതി വീട്ടുകാർ പട്ടിണിയാവും. അതിനിപ്പോ എന്ത് വേണം? സായിപ്പിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അല്ലാതെ പിന്നെ ഒരുത്തൻ ചെയ്യുന്ന തെറ്റിന് നമ്മളെല്ലാവരും അടികൊള്ളണം. ഒരുത്തനാണോ അതോ ഒരുത്തിയാണോ തെറ്റിയതെന്ന് താൻ കണ്ടോ? കണ്ടത് മാത്രമല്ല, കേട്ടത് വിശ്വസിക്കാം. ഇല്ലെങ്കിലേ ഒരുത്തനും തന്തയില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ മാരിയമ്മൻ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു, ഞാൻ തെറ്റുകാരനല്ല. ഓ, തന്റെ ചെരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തന്റെ വാ തുറന്ന് പറയാമോ ഞാൻ തെറ്റുകാരനാണെന്ന്? ആ നിമിഷം വരെ പല്ലടിച്ചാൽ താഴെയിടും. നല്ല കൂട്ടായി നമ്മളെ തല്ലിന് കാര്യം ചോദിക്കാൻ ഞാൻ സമാധാനപ്പെടാം, പക്ഷെ ഇവരെ അക്ഷരം വേണ്ടി പോരും. കരിപ്പെട്ടി എങ്ങനെ വിൽക്കാമെന്ന് പറ. അതാണ് ഇപ്പൊ അറിയേണ്ടത്. നിന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചാലേ സായിപ്പ് കരിപ്പെട്ടി വാങ്ങും. അങ്ങനെയാണെങ്കിൽ സായിപ്പ് കരിപ്പെട്ടി വാങ്ങണ്ട. നമ്മൾ പിന്നെ പട്ടിണി കിട്ടുന്നത് യാകണം. മുഴുവൻ കരിപ്പട്ടിയും ഞാൻ വിലക്കെടുക്കാം. സായിപ്പ് തരുന്നതിനേക്കാൾ കൂടുതൽ വിലയും തരാം. എന്താ, മതിയോ? മതി. ഓ, അത് മതി. ഇനി നിന്റെ പ്രമാണം തരൂ. ശരി,
ചോദിച്ച പണം ഞാൻ തരും. പക്ഷെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു തന്നില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ ജപ്തി ചെയ്യും. 1 മാസത്തിനുള്ളിൽ പണം തിരിച്ചു തരാം. നിങ്ങളുടെ ഒക്കെ കച്ചവടം ശരിക്കും നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തരണമെന്നില്ല. പലിശ ശരിക്ക് തന്നുകൊണ്ടിരുന്നാ മതി. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണേ. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. സത്യം ഞാൻ പറയാം. എന്താണ്? മദാമയാണ് മുത്തനെ കയറി പിടിച്ചത്. പാവം പേടിച്ചോടിക്കളഞ്ഞു. ഓ, അങ്ങനെയായിരുന്നു. ആ മദാമക്ക് ഭയങ്കര കാമോല്ല സാറേ. ആ തവള പോലത്തെ സാഹിബിനെ കൊണ്ട് എന്തിനു കൊള്ളാം? അടിക്കല കെട്ട്. ഭാര്യമ്മേ, രക്ഷിക്കണേ. മിസ്റ്റർ കെന്നത്തുണ്ടില്ലേ? ഇല്ല, ടൗണിൽ പോയിരിക്കാണ്. നാളെ ഉച്ചയ്ക്ക് വരൂ. എന്റെ ഭാഗ്യം. എന്താ? മിസ്സിസ് സിന്ധ്യയെ, അല്ല മിസ്സിസ് കെന്നത്തിനെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി, തെറ്റാണെന്നറിയാം. എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായിപ്പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേൻ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയൂ. ഒരുപക്ഷെ സിന്ധ്യ എന്നെ ആട്ടിയിറക്കിയാൽ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സണ്ണി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്ധ്യ, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകൂ. ₹300 ഉണ്ടാകും. പലയ നിന്റെ കാശുണ്ടോ? അയ്യോ, കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്നലെ വസ്തു വാങ്ങിയിരിക്കും. ഇത് നീ എങ്ങനെ അറിഞ്ഞു? നീ സാധാരണ പറയാറുള്ളല്ലേ? പണ്ട ഇറങ്ങാനായിട്ട് സായിപ്പ് ഇവിടെ ഇല്ല. ₹300 കാര്യമല്ല. നിക്ക് നല്ല കാര്യം പറഞ്ഞേക്കാം. എന്തൊക്കെ ആയാലും മുത്തനും ഞാനും ഒരു ജാതിക്കാരല്ല. ഞാൻ പറയുന്നവർക്ക് ക്ഷുദ്രം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ വന്നെന്ന് അവരറിഞ്ഞ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലും. അത് നോക്ക്, ഞാനൊരു വഴി പറഞ്ഞുതരാം. നീ ചെന്ന വടക്കനാശാനോട് ചോദിക്കും, അങ്ങനെ വരും. പക്ഷെ ഞാൻ കൂടെ വരാം. അല്ലെങ്കിൽ നിന്നൊക്കെ എനിക്കറിയാടാ. നീയൊക്കെ അവസാനം സ്വന്തം ജാതിക്കാരോട് നിൽക്കൂ. അതെത്ര തന്നെ ഉള്ളൂ. ഞാൻ ജനിച്ച നാടും എന്റെ ജാതിക്കാരും ഞാൻ മറക്കില്ല. വഴി എത്തിയോ?
ഞാനത് പറയുന്നത് ഭ്രാന്ത് അല്ലേടാ